സാറാണ്. നമ്മളിന്ന് +2 മാത്സിന്റെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ് ആണ്. നമ്മുടെ സ്പെഷ്യൽ ചാപ്റ്റർ ഇന്റഗ്രേഷൻ. ഏറ്റവും ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉള്ള ഒരു ചാപ്റ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും നമുക്ക് അതിനെ പഠിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതാണ്. പബ്ലിക് എക്സാമിന് 9 മാർക്കാണ്. അതുകൊണ്ട് ഇവനെ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞാൽ അന്നേരം പ്രശ്നവും. അതുകൊണ്ട് ഇപ്പോഴൊക്കെ ഉള്ള ഈ കിട്ടുന്ന പ്രാക്ടീസ് ചെയ്ത് എക്സാമിനെത്തുക. നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സിന് വേണമെങ്കിൽ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാം. ഇത് വളരെ എളുപ്പം. എല്ലാ ചാപ്റ്റേഴ്സിനും ഫുൾ മാർക്ക് മീൻസ് ഫുൾ ടോപ്പിക്സുകളെയും വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച് ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിക്കുള്ള ക്ലാസ്സും അതിനോടൊപ്പം തന്നെ വേണ്ട ഇൻസ്ട്രക്ഷൻസുകളും പിന്നെ ഇക്വേഷൻ ബുക്കിലെറ്റ് ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ കോൺടാക്ട് ചെയ്യുക. ആകെ ഇത്രയും മാത്രം, വേറെ ഒന്നുമില്ല. അപ്പൊ ജോയിൻ ചെയ്യാൻ നിങ്ങളെ ഈ തന്നിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. സ്റ്റാർട്ട് ചെയ്യാം. ഇന്റഗ്രൽ sin square x ഡിവൈഡ് ബൈ cos raised to 4x. ഇത് കണ്ടാൽ പലർക്കും ചിലപ്പം അറിയില്ലായിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. sin square x by cos raised to 4x എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതിലോട്ട് ഇപ്പോൾ ഉടനെ എത്തിപ്പെടും. പക്ഷെ ആ എത്തിപ്പെടാനുള്ള ചെറിയ ദൂരം അത്ര എളുപ്പമല്ല. ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കുക. sin square x by ഈ cos raised to 4നെ cos square x പിന്നെയും ഒരു cos square x എന്ന് പറഞ്ഞാൽ 2 ടൈംസ് എഴുതി നടത്താം. cos raised to 4നെ സ്പ്ലിറ്റ് ചെയ്തു. cos square നമുക്ക് a raised to 4 a raised to 4നെ a square into a square എന്നാക്കി മാറ്റുന്ന പോലെ തന്നെ ഇങ്ങനെ a raised to 4ന് നമുക്ക് a square into a square, അതുപോലെ cos raised to 4നെ cos square into cos square. അപ്പൊ ഇങ്ങനെ മാറ്റിയാൽ എന്താ പ്രയോജനം നോക്കിക്കഴിഞ്ഞാൽ, നോക്കിക്കോ, ഈ sin square x ഡിവൈഡഡ് ബൈ cos square x എന്ന് കണ്ടാൽ എല്ലാവർക്കും അറിയാം tan square x. എല്ലാവർക്കും അറിയാന്നൊക്കെയാണ് പറഞ്ഞില്ലേ, കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും അറിയാം അല്ലേ. സൈൻ ബൈ കോസ് ടാൻ, സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ, ടാൻ സ്ക്വയർ. നെക്സ്റ്റ് ആണ് മോനെ 1 ബൈ കോസ് സ്ക്വയർ എക്സ്. 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ sec സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ളവരായിട്ട് മാറിയില്ലയോ? ടാനും സീക്കും കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പമില്ല. ടാൻ എന്ന് പറഞ്ഞാൽ ടാനിന്റെ ഡെറിവേറ്റീവ് വലിയ sec സ്ക്വയർ എക്സ്. അപ്പൊ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഈ ടാൻ എക്സിന് മാത്രം സ്ക്വയറിന് എടുക്കരുത്, ടാൻ എക്സിന് മാത്രം യു കൊടുക്കാം. Therefore u is equal to tan x, du is equal to sec squared x dx. ഓക്കെ, അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. യുവിന്റെ പ്ലേസ് tan x എന്നും ഡിയുവിന്റെ പ്ലേസ് ഡി എത്രയാണ് sec square x dx. ഇപ്പൊ ക്വസ്റ്റ്യനോട് തിരിച്ചു വരുമ്പോൾ ഈ sec square x dx ആരായിട്ട് മാറും? du ആയിട്ട് മാറും. ഓക്കെ, അവൻ du ആയി. tan x u സ്ക്വയർ, tan x u, അപ്പൊ tan സ്ക്വയർ, tan x എന്ന് പറഞ്ഞാൽ u, അവിടെ tan സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാവും? u സ്ക്വയർ. ഇപ്പൊ യു സ്ക്വയറിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ ആരാണത്? എക്സ് സ്ക്വയർ. എന്താണ് എക്സ് സ്ക്വയർ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. അപ്പൊ യു സ്ക്വയർ ഇന്റഗ്രൽ യു ക്യൂബ് ബൈ 3. ഓക്കെ, അപ്പൊ യു സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു ക്യൂബ് ബൈ 3. യുവിന്റെ പ്ലേസ് നമ്മൾ ആരെ കൊടുക്കണം? നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് tan ക്യൂബ് എക്സ് ബൈ 3 പ്ലസ് ഇത്രയും ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അവനെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ 2x. ഇതിനെ കണ്ടാൽ നമുക്ക് എളുപ്പം ഒന്നും ഓർക്കത്തേ ഇല്ലല്ലേ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ശരിയാണ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ചെയ്യേണ്ട വഴികളുണ്ട്, അത് പഠിക്കുക എന്നുള്ളതാണ്. ഈ sin 2x കണ്ടാൽ ചിലപ്പോൾ നമ്മൾ +1 പഠിച്ചത് വെച്ച് ഓർമ്മയുണ്ടായിരിക്കും. sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x എന്നാണ് കേട്ടോ. sin 2x ഫോർമുലയാണ്, sin 2x വാല്യൂ 2 sin x cos x. അപ്പൊ 1നെ നമ്മൾ മാറ്റണം. 1നെ മാറ്റേണ്ടത് sin square x പ്ലസ് cos square x എന്നാണ്. sin square x പ്ലസ് cos square x എത്ര? 1 അല്ലേ. അപ്പൊ 1ന് പകരം sin square x പ്ലസ് cos square x ഇങ്ങനെ എഴുതി. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് എന്താ പ്രയോജനം? നമുക്ക് എങ്ങനെയായിരുന്നു ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ഇവൻ കിടക്കുന്ന റൂട്ടിനുള്ളിൽ. അപ്പൊ ഈ റൂട്ടിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ചെറിയ വിദ്യയാണ് ഈ കാണിച്ചിരുന്നത് കേട്ടല്ലോ. റൂട്ടിനുള്ളിൽ നോക്കിക്കേ 1 പ്ലസ് sin 2x. അപ്പൊ ഇവനെ നമ്മളൊരു ഹോൾ സ്ക്വയർ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. റൂട്ടിനുള്ളിൽ ഹോൾ സ്ക്വയർ വന്ന റൂട്ടും സ്ക്വയറും വെട്ടിപ്പോകുള്ളൂ. അപ്പൊ അങ്ങനെ ആക്കാൻ പറ്റും. ഇപ്പൊ നോക്കിക്കേ sin square x പ്ലസ് cos square x പ്ലസ് 2 sin x cos x എന്ന് പറഞ്ഞാൽ ഏതുപോലെ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab മാതിരിയായി. ഇത് എവിടെയാ കേട്ടുള്ളത്? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab, അല്ലെങ്കിൽ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ a പ്ലസ് b ഹോൾ സ്ക്വയർ. അപ്പൊ അങ്ങനെ ആയിരിക്കും മാറ്റാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ റൂട്ടിനുള്ളിൽ. ഇത് a പ്ലസ് b ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഇത് ആയിട്ട് മാറും sin x പ്ലസ് cos x ദ ഹോൾ സ്ക്വയർ ആണ് എന്നർത്ഥം. ഓക്കെ, sin സ്ക്വയർ എക്സും cos സ്ക്വയർ എക്സും 2 sin x cos x വന്നാൽ അത് sin x പ്ലസ് cos x ദ ഹോൾ സ്ക്വയർ. റൂട്ടിനുള്ളിൽ ഹോൾ സ്ക്വയർ എന്നാൽ ഈ റൂട്ടും ഈ സ്ക്വയറും നമ്മൾ വിട്ടുപോയി. ബാക്കി റൂട്ടിന് പുറത്ത് ആരെന്ന് എഴുതാം? sin x പ്ലസ് cos x. ഈ റൂട്ടിൽ നിന്ന് പുറത്ത് വന്നാൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ sin x ന്റെ ഇന്റഗ്രൽ എത്രയാണ്? -cos x
കോസ് എക്സിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് പ്ലസ് തീർന്നു, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് പ്ലസ് ആരാണ് സൈൻ എക്സ്. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. 1/1 സൈൻ എക്സ് എന്നാണ്. ഇത് ചെയ്യാൻ 1-2 വഴിയുണ്ട്. അപ്പൊ ഏറ്റവും നല്ല വഴി ഇതിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് താഴെ മണ്ടയ്ക്ക് ഇൻറ്റു ചെയ്താൽ മതി. മീൻസ് 1 - sin x കൊണ്ട് താഴെ മണ്ടയ്ക്ക് ഇൻറ്റു ചെയ്ത് വരുമ്പോൾ നമുക്ക് അയാളും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3 ചോദ്യങ്ങളും പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം നിങ്ങൾ ചാനൽ നമ്മളെ ഫോളോ ചെയ്യുക. എല്ലാവരുടെയും ഏറ്റവും ഈസി ആയിട്ട് എല്ലാ മീൻസ് എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങളുടെ പബ്ലിക് എക്സാം വരെ നമ്മളിങ്ങനെ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ തരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ, ഫുൾ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം.